കെ സരുൺകുമാർ, ഇതിപ്പോ കേരളത്തിന്റെ സെൻട്രൽ നറേറ്റീവായി കൊണ്ടുവന്നാൽ കിട്ടുന്ന പൊളിറ്റിക്കൽ ഡിവിഡൻസ് ആണോ ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം? ഇന്നിപ്പോ SFIയുടെ സമരത്തിലേക്ക് നാടകീയമായി CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഒരു കാറിൽ വന്നിറങ്ങുന്നതും സമര നേതാക്കളെ അഭിവാദ്യം ചെയ്യുന്നതും അദ്ദേഹം തിരിച്ചു പോകുന്നതും വഴങ്ങില്ല, വൈസ് ചാൻസലർ അങ്ങനെ കരുതേണ്ട, ഗവർണറും എന്ന് പ്രഖ്യാപിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് CPM ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ CPM ഡിസൈൻ ചെയ്യുന്ന സമരമാണ്. ഇവിടെ ഈ സമരത്തെ എതിർത്തുകൊണ്ട് BJPയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികൾ എത്ര ഒരുമയോടെ അവരുടെ ഐക്യത്തോടെ ഉപമയോടെ ഒരേപോലെ കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. ഈ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റ് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന് രണ്ടുപേരുടെ അഭിപ്രായത്തിൽ ഒരു വാക്ക്, ഒരു പുള്ളി കോമയുടെ വ്യത്യാസം പോലും ഇല്ല. ഇവിടെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ SFI ഇടപെടുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള 4 ജില്ലകളിലെ 100 കണക്കിന് കോളേജുകളിലെ കുട്ടികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ ഇവിടുത്തെ വൈസ് ചാൻസലർ തയ്യാറാകുന്നില്ല. അവിടെ പഠിച്ച കുട്ടികൾക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ തയ്യാറാകുന്നില്ല. ഫയൽ പെൻഡിംഗ് ആണ്. വൈസ് ചാൻസലറുടെ ഓഫീസിൽ തന്നെ 10,000 കണക്കിന് കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫയൽ പെൻഡിംഗ് ആണ്. ഒരു അക്കാഡമിക് കാര്യങ്ങളും നടക്കുന്നില്ല. ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ഒപ്പിടില്ല, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒപ്പിടില്ല. അതുപോലെ കൃത്യമായിട്ട് അവരുടെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഒരു ഘട്ടം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം. ഇത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളല്ലാതെ മറ്റാരേറ്റെടുക്കും? KSUവിനെ നമ്മൾ കാണാറില്ല കുറേ നാളായിട്ട്. യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു, അവർ ചൂരൽമല മുണ്ടക്കയുടെ പേരിൽ വീണ്ടും പിരിക്കാൻ പോയിരിക്കുകയാണ്. ഇവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അവരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏറ്റെടുത്തുകൊണ്ട് സമരം നടത്തുമ്പോൾ ആ സമരത്തെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ടാണ്, ചാനൽ ചർച്ചകളിൽ ചർച്ചയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സമരം നടത്തുന്നത് എന്ന് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ സർവകലാശാലയുടെ കണക്ക്, ഈ രാജ്യത്തെ ഏറ്റവും 13 പ്രധാനപ്പെട്ട സർവകലാശാലയുടെ കണക്കിൽ 3 സർവകലാശാല നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ്. ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 100 കോളേജുകളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ അതിൽ 20 കോളേജുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ്. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച സർക്കാർ കോളേജുകളുടെ ലിസ്റ്റ് വന്നപ്പോൾ അതിൽ 2ാം സ്ഥാനം എറണാകുളം മഹാരാജാസ് കോളേജാണ്. അപ്പൊ ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിപ്പുണ്ടാക്കുമ്പോഴും ഈ കേരളത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ, അവർ നോമിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഗവർണർമാർ. ആ ഗവർണർ കൃത്യമായിട്ട് ഏകപക്ഷീയമായി രാഷ്ട്രീയ ചൊവ്വയോടെ സെലക്ട് ചെയ്യുന്ന വൈസ് ചാൻസലർമാരാണ്. ഹൈക്കോടതി പറഞ്ഞില്ലേ, ഇത്തരത്തിലുള്ള താൽക്കാലിക വൈസ് ചാൻസലർമാരെ എല്ലാം തെരഞ്ഞെടുത്ത രീതി കൃത്യമായി നിയമവിരുദ്ധമാണ്, അവർ യോഗ്യരല്ലെന്ന് പറഞ്ഞു. നിർഭാഗ്യവശാൽ ആ ഹൈക്കോടതി യോഗ്യരല്ലെന്ന് കണ്ടെത്തിയ ആളെ തന്നെ തുടരാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഇവിടെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും VC കൃത്യമായിട്ട് ഗവർണർ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആൾ, അതിൽ കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, BJP ഉണ്ട്. അതുപോലെ വിദ്യാർത്ഥി പ്രതിനിധിയെ സെലക്ട് ചെയ്തൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. വിധി പറയാൻ മാറ്റിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലാവാറായി. ഇതൊക്കെ കാണുകയാണ്, കൃത്യമായിട്ടുള്ള അജണ്ട നാം കാണുകയാണ്. അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ തകർക്കാനാണ്, കുട്ടികളെ വഴിയാധാരമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ ആ പ്രതിഷേധത്തെ തള്ളിപ്പറയാൻ എത്ര അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏത് വിഷയവും ചർച്ച ചെയ്യട്ടെ എന്ന്. ഈ കുട്ടികളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ SFI അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളല്ലാതെ മറ്റാരാണുള്ളത്? ഇപ്പൊ താൽക്കാലിക VC വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ താൽക്കാലിക VCയുടെ ചുമതലയല്ലേ ചെയ്യേണ്ടത്? അദ്ദേഹം എന്താ ഇവിടെ രജിസ്ട്രാറിനെതിരെ നടപടിയെടുക്കാനും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന കാണുകയാണ്. ഇവിടെ സ്റ്റാറ്റ്യൂട്ട് ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി ആക്ട് ഉണ്ടല്ലോ, ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ടുള്ള വകുപ്പുകളുണ്ടല്ലോ. ആ ആക്ടിന്റെ 10 ക്ലോസ് 13ഉം 10 ക്ലോസ് 14ഉം അതുപോലെ 1977 സ്റ്റാറ്റ്യൂട്ട്, ന്യൂ സ്റ്റാറ്റ്യൂട്ടിലെ അധ്യായം 2 22 ഉണ്ട്. ആരാണോ അപ്പോയിന്റ് ചെയ്യുന്നത് അവർക്ക് മാത്രമേ നടപടിയെടുക്കാൻ കഴിയൂ. ഒരു തരത്തിലും രജിസ്ട്രാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് VCക്ക് യാതൊരു ബന്ധമില്ല, ഗവർണർക്കും യാതൊരു ബന്ധമില്ല. ആകെ ബന്ധമുള്ളത് സിൻഡിക്കേറ്റിന് മാത്രമാണ്. ഒരു കൃത്യമായിട്ടുള്ള ഘട്ടത്തിൽ VCക്ക് കൃത്യമായിട്ട് ഗവർണർക്ക് ഇടപെടാം. ഗവർണർക്ക് ഇടപെടുന്ന എന്താ? അത് അതോറിറ്റി ഓഫ് ദി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. സെക്ഷൻ 7 കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നല്ലോ. അതിൽ കൃത്യമായി കോടതി ഒരു ഫൈനൽ വ്യക്തത വരുത്തിയേനെയല്ലോ. പക്ഷേ രജിസ്ട്രാർ ആ ഹർജി പിൻവലിക്കുകയാണ് ചെയ്തത്. സിൻഡിക്കേറ്റ് അദ്ദേഹത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ പുനഃസ്ഥാപിച്ചപ്പോൾ അത് വൈസ് ചാൻസലർ സമ്മതിച്ചില്ല. വൈസ് ചാൻസലർ വേറൊരു വ്യക്തിയെ ആ പൊസിഷനിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അവർ പൂർണ്ണമായും ചാർജ് എടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നിയമപ്രശ്നങ്ങളാണ് പ്രശ്നമെങ്കിൽ അക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ തന്നെ വ്യക്തത വരുത്താമായിരുന്നല്ലോ. പറ്റില്ലല്ലോ. അതായത് ഹൈക്കോടതിയിൽ നമ്മൾ പോകുന്ന എപ്പോഴാ? ഒരു മൗലിക അവകാശത്തിന്റെ നിഷേധം ഉണ്ടാകുമ്പോഴാണ് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. റൈറ്റ് ടു വർക്ക് എന്ന അദ്ദേഹത്തിന്റെ മൗലിക അവകാശം അദ്ദേഹത്തിന്റെ നടപടിയെടുക്കാൻ ഒരധികാരവും ഇല്ലാത്ത ഒരാൾ ഒരു ഉത്തരവ് പാസ്സാക്കിയിരിക്കുന്നു, അതിനെ ചലഞ്ച് ചെയ്തു പോകുന്നു.
ആദ്യത്തെ ദിവസം അഡ്മിഷന് വരുന്നു, കേസ് എതിർഭാഗം കൂടി കേൾക്കട്ടെ, യൂണിവേഴ്സിറ്റിയുടെ കൗണ്ടർ വരട്ടെ, VC-യുടെ കൗണ്ടർ വരട്ടെ എന്ന് പറയുന്നു. പിറ്റേ ദിവസം കേസ് വരുന്നു. ആ കേസ് വരുമ്പോൾ, ആ കേസ് പരിഗണനയ്ക്ക് എടുക്കുമ്പോൾ ഇംപ്യൂഗ്ഡ് ഓർഡർ, കുറ്റാരോപിതമായ ഓർഡർ, അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത ഓർഡർ അപ്പോൾ ഇല്ല. കാരണം അത് ആ അപ്പോയിന്റിംഗ് അതോറിറ്റി തന്നെ ആ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നു. തെറ്റുപറ്റിയ ആ യൂണിവേഴ്സിറ്റിയുടെ തെറ്റ് സിൻഡിക്കേറ്റ് കറക്റ്റ് ചെയ്തിരിക്കുന്നു. VC-യുടെ ഗുരുതരമായിട്ടുള്ള പിശക് ആ സിൻഡിക്കേറ്റ് കൃത്യമായിട്ട് ക്യൂർ ചെയ്തിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ റിട്ട് പെറ്റീഷൻ എടുക്കുമ്പോൾ ഇംപ്യൂഗ്ഡ് ഓർഡർ ഇല്ല, കുറ്റാരോപിതമായിട്ട് ഓർഡർ ഇല്ല, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ഇല്ല, പിന്നെ എങ്ങനെ റിട്ട് പെറ്റീഷൻ നിലനിൽക്കും? അതുകൊണ്ട് ആ റിട്ട് പെറ്റീഷൻ പിൻവലിക്കാൻ അപേക്ഷിക്കുന്നു. അത് കോടതി കൃത്യമായി അനുവദിക്കുന്നു. അവിടെ ഡോക്ടർ സിസാ തോമസും വക്കീലിനെ വെച്ച വാദം പറഞ്ഞല്ലോ, ഈ സാഹചര്യങ്ങൾ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചല്ലോ. ഈ വാദം കൂടി കേട്ടിട്ടല്ലേ, അതായത് VC-യുടെ വാദം കൂടി കേട്ടിട്ടാണ് ഹൈക്കോടതി ഈ റിട്ട് പെറ്റീഷൻ പിൻവലിക്കാൻ അനുവദിക്കുന്നത്. അതുകൊണ്ട് ആ കേസ് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി മറ്റാരെങ്കിലും ഈ പ്രൊസീഡിങ്സ് ചലഞ്ച് ചെയ്തു വന്നാൽ കോടതി ഇടപെട്ടോട്ടെ. ഇവിടെ കൃത്യമായി സർവകലാ സ്റ്റാറ്റ്യൂട്ടാണ് വലുത്, സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള നിയമമാണ് വലുത്. ആ നിയമത്തിനനുസരിച്ച് VC-ക്കും രജിസ്ട്രാർക്കും താഴെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും പ്രവർത്തിക്കാൻ കഴിയൂ. അതുപോലെ ആ നിയമത്തിനനുസരിച്ച് മാത്രമേ കൃത്യമായി ഇവിടെ ഗവർണർക്കും ഇടപെടാൻ കഴിയൂ, ഗവർണർ ചാൻസലർ എന്ന രൂപത്തിൽ ഇടപെടാൻ കഴിയൂ. അതിന് വിരുദ്ധമായി എന്ത് പ്രവർത്തിച്ചാലും അതിശക്തമായി നേരിടും. ഉജ്ജ്വലമായിട്ടുള്ള വിദ്യാർത്ഥി സമരം ഉയർന്നു വരും. ആ സമരത്തിന് ഈ നാട് പിന്തുണ കൊടുക്കും. ഈ നാടിനെ രക്ഷിക്കാൻ, വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ, വിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കാൻ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടത്തിലൂടെ മുന്നോട്ട് പോകും. അതിൽ ഒരു സംശയവുമില്ല. നുണപ്രചരണം നടത്തുന്നവർ നുണപ്രചരണമായിട്ട് പോയിക്കോട്ടെ, അപവാദ പ്രചരണം നടത്താൻ BJP കോൺഗ്രസ് ഒരുമിച്ച് ഇറങ്ങിക്കോട്ടെ. ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അതിൽ.